നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അമിത്ഷായുടെ അംബേദ്കർ പ്രസ്താവനയെ ചൊല്ലി പാർലമെന്റ് വളപ്പിൽ നാടകീയ രംഗങ്ങൾ. നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. ബഹളത്തിൽ മുങ്ങിയ രാജ്യസഭയും ലോക്സഭയും 2 മണിവരെ നിർത്തിവെച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തള്ളിയിട്ടതായി ആരോപിച്ച് ബിജെപി എം പി പ്രതാപ് ചന്ദ്ര സാരംഗ് കോണിപ്പടിക്ക് സമീപം നിൽക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി വന്ന് ഒരു എം പിയെ തള്ളിയിട്ടുവെന്നും തന്റെ മേൽ വീണുവെന്നും സാരംഗി. രാഹുൽ ഉണ്ടാക്കിയ സംഭവമാണ് താനും വീഴാൻ ഇടയാക്കിയതെന്നും ബിജെപി എം പി. ബിജെപി എം പിമാർ പാർലമെന്റ് കവാടത്തിന് സമീപം വഴി തടഞ്ഞെന്ന് രാഹുൽ ഗാന്ധി തന്നെ തള്ളിയിടുകയും ഭീഷണിപ്പെടുത്തുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു. രാഹുൽ തള്ളിയ കാരണം പരിക്കേറ്റുവെന്ന് ബിജെപി എം പിയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംഭവം നടന്നെന്ന് സംബന്ധിച്ച് രാഹുൽ പാർലമെന്റിനുള്ളിൽ കയറുന്നത് തന്റെ അവകാശമാണെന്നും പറഞ്ഞു. അംബേദ്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ ബിജെപി കോൺഗ്രസ് എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതേസമയം അമിത്ഷായുടെ വാക്കുകൾ വളച്ചൊടിച്ച് പ്രതിപക്ഷം അംബേദ്കറിനെ അപമാനിക്കുന്നുവെന്ന് ബിജെപിയും ആരോപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാന വ്യാപകമായി KPCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. DCCകളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അമിത്ഷായുടെ കോലം കത്തിക്കും. അംബേദ്കറുടെ സംഭാവനകൾ മായ്ച്ചു കളഞ്ഞ് ചരിത്രം വളച്ചൊടിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൊച്ചി വെണ്ണലയിൽ മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടി. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപ് പോലീസ് കസ്റ്റഡിയിൽ. അമ്മ മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടെന്ന് മകന്റെ മൊഴി. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പോലീസ്. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായി, ഈപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച നിരവധി പേർ. MR അജിത് കുമാറിന് DGP റാങ്ക് നൽകാനുള്ള സർക്കാർ തീരുമാനം ചട്ടങ്ങൾ ലംഘിച്ച്. നടപടി IPS ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന് കൃത്യമായ ചട്ടം നിലനിൽക്കുന്നു. സർക്കാർ തീരുമാനത്തിൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പ്. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം മന്ത്രിസഭായോഗം ഏകകണ്ഠമായി എടുത്ത തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. മന്ത്രി എന്ന നിലയിൽ തനിക്ക് അതൃപ്തിയില്ല. CPI നിലപാട് പാർട്ടി സെക്രട്ടറി പറയുമെന്നും മന്ത്രി. മന്ത്രിസ്ഥാനത്ത് AK ശശീന്ദ്രൻ തുടരട്ടെയെന്ന് CPM സംസ്ഥാന നേതൃത്വം. പാർട്ടി നിലപാട് CPM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ അറിയിച്ചു. CPM കേന്ദ്ര നേതൃത്വത്തെ മുഖ്യമന്ത്രിയും നിലപാട് അറിയിച്ചതായാണ് സൂചന. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി. മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനധികൃതമായി കൈപ്പറ്റിയ പണം തിരികെ അടയ്ക്കാനും ഉത്തരവ്. വയനാട് ദുരിതബാധിതരോട് KSFEയുടെ ക്രൂരത. മുടങ്ങിയ തവണകൾ അടിയന്തരമായി അടയ്ക്കാൻ നോട്ടീസ്. ചൂരൽമലയിലെ 2 കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഇവർ ഇപ്പോഴും താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ തുടരുന്നവരാണ്. വയനാട് ദുരിതബാധിതർക്ക് നോട്ടീസ് അയച്ച നടപടി റദ്ദാക്കുമെന്ന് KSFE ചെയർമാൻ. നടപടികൾ നിർത്തിവെക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നോട്ടീസ് അയച്ച ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും K വരദരാജൻ. KSFEയുടെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടാകില്ലെന്നും ചെയർമാൻ. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട് ശുചീകരണം വിലയിരുത്തി മന്ത്രി MB രാജേഷ്. മലിനജല പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെയും KSRTCയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും മന്ത്രി. നടി മീന ഗണേഷ് അന്തരിച്ചു. PK ദാസ് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. നിരവധി ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച താരമാണ്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, നന്ദനം, മീശമാധവൻ, കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ കഥാപാത്രമായി.
തൃപ്പൂണിത്തുറയിൽ അങ്കണവാടിയുടെ മേൽക്കൂര തകർന്നു വീണു. കണ്ടനാട് JBSLP സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത്. കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു അപകടം. ചോദ്യപേപ്പർ ചോർച്ച അന്വേഷണം അധ്യാപകരിലേക്ക്. 3 എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ചോദ്യപേപ്പർ ചോർന്നത് ഇവരിലൂടെയെന്ന സംശയം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. ചോദ്യപേപ്പർ ചോർത്തിയതിനു പിന്നിൽ മാഫിയയുണ്ട്. CPM അനുഭാവികളായ അധ്യാപകരാണ് ഇതിനു പിന്നിൽ. ട്യൂഷൻ സെന്ററുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും പ്രവീൺ കുമാർ. കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനെന്ന് കോടതി വിധി പറഞ്ഞത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ നാളെ വിധിക്കും. സംഭവം നടന്നത് 2022. സഹോദരനെയും മാതൃ സഹോദരനെയുമാണ് ജോർജ് വെടിവെച്ചു കൊന്നത്. വടകര അഴിയൂരിൽ 9 വയസ്സുകാരിയെ വാഹനമിടിച്ച് കേസിലെ പ്രതി ഷജീലിന്റെ മുൻകൂർ ജാമ്യം ഇല്ല. മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി തള്ളി. വാഹനമിടിച്ച തൃഷാന ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട് നോഡൽ ഓഫീസർക്ക് പരാതി നൽകാമെന്ന ഹൈക്കോടതി. നോഡൽ ഓഫീസർ പരാതികൾ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് കൈമാറണം. സാക്ഷികൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ നോഡൽ ഓഫീസർ നടപടിയെടുക്കണമെന്നും കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 50 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സർക്കാർ ഹൈക്കോടതി. നടി രഞ്ജിനി വീണ്ടും ഹൈക്കോടതിയിൽ. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ ഹർജിയിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. നിർമ്മാതാവിന്റെ ഹർജിയിൽ കക്ഷി ചേരാനാണ് അപേക്ഷ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഉത്തരവിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കേസുകളിൽ മൊഴി കൊടുക്കാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ടതില്ലെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജൂനിയർ നടിയുടെ പരാതിയിലെടുത്ത് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ മുൻ ജനറൽ സെക്രട്ടറി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അമ്മയുടെ അംഗത്വത്തിന് ഫീസ് 2 ലക്ഷമാണെന്നും അഡ്ജസ്റ്റ് ചെയ്താൽ ഈ തുക നൽകേണ്ടതില്ലെന്ന് ഹർജിക്കാരൻ പറഞ്ഞെന്നുമാണ് ജൂനിയർ നടിയുടെ പരാതി. നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. എഴുന്നള്ളിപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. ജസ്റ്റിസ് BV നാഗരത്ന, ജസ്റ്റിസ് NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഉത്തരവനുസരിച്ച് പൂരം നടത്താനാവില്ലെന്നും നിർദ്ദേശങ്ങൾ പലതും അപ്രായോഗികമാണെന്നുമാണ് ഇരു ദേവസ്വങ്ങളുടെയും വാദം. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P. ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളത്തിന് മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് വരുത്താനാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിലപാട്. കോഴിക്കോട് കൂടരഞ്ഞി കുരിയോട്ടുപാറയിൽ കടുവ ഭീഷണി. പ്രദേശവാസിയായ ഗ്രേസിയാണ് ആടുകളെ മേയ്ക്കാൻ പോകവെ കടുവയെ കണ്ടത്. ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും CPM വിമതൻ പുറത്ത്. ബിനോയാണ് അവിശ്വാസത്തിലൂടെ പുറത്തായത്. CPM വിപ്പ് ലംഘിച്ച് 4 അംഗങ്ങൾ വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസം പാസ്സായത്. ഇടതംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാനായിരുന്നു CPM വിപ്പ്. ബ്രാഞ്ച് സെക്രട്ടറി അടക്കം CPM വിപ്പ് ലംഘിച്ചു. ഇടതംഗങ്ങൾക്കൊപ്പം കോൺഗ്രസിന്റെ 3 പ്രതിനിധികളും വോട്ട് ചെയ്തു. കൊച്ചിയിൽ വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി കൊച്ചി സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും. ഇരുവകുപ്പും ചേർന്ന് രാത്രിയും പകലും പരിശോധന നടത്തും. അപകട മേഖല കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ പരിശോധന.
ശബരിമലയിൽ ഇന്നലെ 82,264 ഭക്തർ ദർശനം നടത്തി. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുകയാണ്. 12 മണിവരെ 45,267 ഭക്തർ മല കയറി. ആചാരപ്പെരുമയിൽ മണർകാട് സംഘം അയ്യപ്പന് പണക്കിഴി സമർപ്പിച്ചു. 40 സംഘമാണ് ബുധനാഴ്ച സന്നിധാനത്ത് കിഴി സമർപ്പിച്ചത്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തന്ത്രിക്കും മേൽശാന്തിക്കും അകമ്പടി സേവിച്ചിരുന്നത് മണർകാട് സംഘമായിരുന്നു. ശബരിമലയിൽ അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണു മരിച്ചു. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. പുലർച്ചെ ചുക്കുവെള്ളപ്പുരയ്ക്ക് സമീപമാണ് കുഴഞ്ഞു വീണത്. സന്നിധാനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. മലപ്പുറം തിരൂരിൽ കണ്ടത് പുലിയെന്ന് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിലെ ക്യാമറയിലാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. കോടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസറും സംഘവും സ്ഥലത്ത് എത്തി പുലിയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തെ 3 ജില്ലകളിലെ താറാവ് കർഷകരുടെ ജീവിതം കടുത്ത പ്രതിസന്ധിയിൽ. പക്ഷിപ്പനി മൂലം നിരോധനം നിലനിൽക്കുന്ന കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. പക്ഷിപ്പനിയുടെ ഭാഗമായുള്ള നഷ്ടപരിഹാര തുകയുടെ കേന്ദ്രവിഹിതം ലഭ്യമായെങ്കിലും സംസ്ഥാന വിഹിതം കൂടി ചേർത്ത് നൽകാൻ പണമില്ലാത്തതിനാൽ വിതരണം ആരംഭിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുമസ് വിപണി കൂടി കർഷകർക്ക് നഷ്ടമാവുകയാണ്. സീവേജ് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലത്താൽ പൊറുതിമുട്ടി കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റ് നിവാസികൾ. ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഫ്ളാറ്റിലെ 100-ലധികം വരുന്ന കുടുംബങ്ങൾ. 2011 മുതൽ ഫ്ളാറ്റ് അസോസിയേഷൻ നിർമ്മാണ കമ്പനിക്കെതിരെ നടത്തുന്ന നിയമ പോരാട്ടം തുടരുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഫ്ളാറ്റ് നിവാസികളുടെ തീരുമാനം. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്. രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുടങ്ങുമ്പോൾ കണ്യമയങ്ങുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കപ്പെടുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവുമാകേണ്ടിയിരിക്കുന്നു. ബാറക്കുമോ ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻ മുഖശോഭ ഇവരിലുദിപ്പിക്കണം. കാരുണ്യാധിക്യാൽ രക്ഷയുമേകണമേ. ബാറക്കുമോ നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന കർത്താവേ ശംശിഹായുടെ വിശുദ്ധ എവൻഗേല്യോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്താണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ? എത്ര മണിയോടുകൂടിയായിരിക്കാം പള്ളിയിലെ ചടങ്ങുകൾ പൂർത്തിയാവുക?
ഈ സംസ്കാര ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഹാളിനുള്ളിൽ നിന്നും ഇനി 4 മൃതദേഹങ്ങൾ സെമിത്തേരിയിലേക്ക് കൊണ്ടുവരും. അവിടെ ശുശ്രൂഷകൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. 12 മണിയോടുകൂടി സംസ്കരിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഈ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തുന്ന തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമയം അല്പം കൂടി നീണ്ടുപോകുന്നത്. എന്തായാലും 12 കൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ 1 മണിവരെ ആകാൻ സാധ്യതയുണ്ട്. എന്തായാലും മൃതദേഹങ്ങൾ ഹാളിനുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും മുറയ്ക്കാണ് അവസാനഘട്ട ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ നാട്ടുമായി ബന്ധപ്പെട്ട 4 പേരുടെ വിയോഗം, അതായത് അനു, നിഖിൽ, ബിജു പി ജോർജ്, മത്തായിപ്പൻ, ഈ 4 പേരുടെ വിയോഗവും പൂങ്കാവിലെ നാട്ടുകാരെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും വലിയ തീരാ നഷ്ടമാണ്. അതുകൊണ്ട് അവരെ ഒരു നോക്ക് നേരിട്ട് കാണാൻ പള്ളിയിലെ സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആന എഴുന്നള്ളിപ്പ് മാർഗരേഖയിൽ സുപ്രീം കോടതി സ്റ്റേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സംസ്ഥാനത്ത് നമുക്കറിയാം, ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം, ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അത് പാലിക്കാൻ സംസ്ഥാനത്തെ ദേവസ്വം ബോർഡുകൾ നിർബന്ധിതമായാൽ ഉത്സവങ്ങളെയും പൂരങ്ങളെയും ഒക്കെ വളരെ പ്രതികൂലമായി ബാധിക്കുമെന്ന സാഹചര്യമുണ്ടായിരുന്നു. പൂര നടത്തിപ്പുകാരും ഉത്സവപ്രേമികളും ദേവസ്വം ബോർഡുകളും ഒക്കെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഇന്ന് ഈ ഹർജി പരിഗണിച്ചു. സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല, അതിന് സ്റ്റേ അനുവദിക്കുന്നു എന്നതാണ്. അതായത് സംസ്ഥാനത്ത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കില്ല എന്ന വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതി വരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡുകൾക്ക് മുന്നിൽ അവർക്ക് വലിയ ആശ്വാസകരമായ തീരുമാനമാണ് ഉണ്ടാവുന്നത്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2012 ചട്ടങ്ങൾ പ്രകാരമായിരിക്കണം എഴുന്നള്ളിപ്പ് എന്നതാണ് അവർ മുന്നോട്ട് വെച്ച വാദം. ഇത് സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതാണ് നിലവിലെ സാഹചര്യം. അതായത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടയ്ക്ക് ഹൈക്കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല എന്നതാണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി പ്രാഥമികമായി തന്നെ നടത്തിയിരിക്കുന്ന വിലയിരുത്തൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. ചട്ടങ്ങൾ പാലിച്ച് എഴുന്നള്ളിപ്പ് നടത്താം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ വിധി. വളരെ പ്രാധാന്യമുള്ള ഒരു വിധിയാണ്. സംസ്ഥാനത്ത് ഈ ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ രൂപപ്പെട്ടു. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം. സംസ്ഥാനത്ത് ഉത്സവ സീസൺ ആരംഭിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് തന്നെ പൂർണ്ണമായും പ്രതിസന്ധിയിലായി പോകുന്ന സാഹചര്യമുണ്ടാവും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഇത് സുപ്രീം കോടതിയിലേക്ക് പോയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ തൃപ്പൂണിത്തുറയിൽ പൂർണ്ണത്രയ ക്ഷേത്രത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന് കാട്ടി കേസെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. വനംവകുപ്പ് കേസെടുത്ത സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്കിടയിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി വരുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും ഈ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇതെങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പാലിക്കപ്പെടേണ്ടത് തുടങ്ങിയ ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഈ ഒരു മുന്നോട്ട് വെക്കുന്നത് ഹൈക്കോടതിയുടെ ഈ മാർഗനിർദ്ദേശം സുപ്രീം കോടതിയെ തള്ളുമ്പോൾ ആശ്വാസം തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നേരത്തെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആശ്വാസകരമായ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ഇനി ദേവസ്വങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ടല്ലോ. ഹരികൃഷ്ണൻ, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സംസ്ഥാന സർക്കാരിനും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പം അവർക്ക് മുന്നിലും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തുടർ നടപടി സംബന്ധിച്ച ആലോചനകളിലേക്ക് സർക്കാർ കടക്കാനിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി VN വാസവനും ഇക്കാര്യം വ്യക്തമാക്കി. മുഖ്യമന്ത്രി നേരിട്ട് ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തുടർ നടപടി ആലോചിച്ചു വരുമ്പോഴാണ് ഈ തിരുവമ്പാടി ഒപ്പം പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് തീരുമാനമുണ്ടാവുന്നത്. ഉത്സവങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം
ദേവസ്വങ്ങൾക്കാണ് എന്ന വിലയിരുത്തൽ കൂടി എന്ന നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ദേവസ്വങ്ങൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബലാണ് ഹാജരായത് എന്ന പ്രത്യേകത കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അതായത് ഹൈക്കോടതി സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു കാര്യമാണ്. അതായത് ആൾക്കൂട്ടത്തിനിടയിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് വലിയ തരത്തിലുള്ള ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്, അത് വലിയ സംഘർഷ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നുണ്ട്, വലിയ തരത്തിലുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ കൃത്യമായ അകലം പാലിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് സംസ്ഥാനത്തിൻ്റെ പല പൂര നടത്തിപ്പുകളിലും അപ്രായോഗികമെന്നതാണ് ദേവസ്വം ബോർഡുകൾ ചൂണ്ടിക്കാണിച്ച കാര്യം. പ്രത്യേകിച്ച് ഈ നമുക്കറിയാം, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിൽ തന്നെ അത് ഈ അകലം, ഈ ദൂരക്രമം പാലിച്ചാൽ അത് ആനകളെ ആ പ്രദേശത്ത് എഴുന്നള്ളിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തൃശ്ശൂർ പൂരം എന്നത് ഒരു ചടങ്ങ് പോലും മാത്രമായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. സംസ്ഥാനത്തെ പല പ്രധാനപ്പെട്ട പൂരങ്ങളുടെയും അവസ്ഥയും അതുതന്നെയാവും. കാരണം ദേവസ്വം ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള ആന എഴുന്നള്ളിക്കുന്ന ഇടങ്ങളിൽ ഈ ദൂരക്രമം പലയിടത്തും പാലിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പൂരങ്ങൾ പോലും നിലച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെയാണ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം. ഇത് തിരുവമ്പാടി പാറമക്കാവ് ദേവസ്വങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഈ സംസ്ഥാന സർക്കാരിൻ്റെ സമാന്തര സംവിധാനമായ ദേവസ്വം ബോർഡുകൾ നിയന്ത്രിക്കുന്ന, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായെങ്കിലും കൊച്ചി ദേവസ്വം ബോർഡായെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് അടക്കമുള്ള ദേവസ്വം ബോർഡുകളെ ഒരേ തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായ ആശങ്ക ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ഇതൊടുവിലാണ് ഇപ്പോൾ കോടതിയിലെത്തി സുപ്രീം കോടതിയിൽ നിന്നും ആദ്യമായി തന്നെ അനുകൂലമായൊരു തീരുമാനമുണ്ടാവുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടതില്ല, നിലവിലുണ്ടായിരുന്ന രീതിയിൽ മുന്നോട്ട് പോകാം. 2012 രീതി തന്നെ അനുസരിച്ച് നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇത് ഈ ദൂരപരിധി പാലിക്കണം എന്ന ഒരു മാർഗനിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനം. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് മേനോൻ ചേരുന്നുണ്ട്. രാജേഷ്, നിങ്ങൾക്ക് ആശ്വാസകരമായ ഒരു സ്റ്റേ ആണ്, ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്കകൾ ഒരു പരിഹാരം ഒരു സ്റ്റേ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴെന്നാണ് ഇപ്പോഴത്തെ ആദ്യ പ്രതികരണം എങ്ങനെയാണ്? സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ഉത്സവ കമ്മിറ്റികൾക്കും അതുപോലെ തന്നെ എല്ലാ ദേവസ്വങ്ങൾക്കും എല്ലാ പെരുന്നാള് നടത്തിപ്പുകാർക്കും എല്ലാ നേർച്ച നടത്തിപ്പുകാർക്കും വലിയൊരു ആശ്വാസമാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തവണ ഗുരുവായൂർ ഏകാദശിയും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ ഉത്സവം കണ്ടത്. ഇത്തരം കാര്യങ്ങളിലേക്ക് വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. മാത്രമല്ല, ഇപ്പോൾ ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലൊക്കെ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കാതെ വരുന്നു, അതിന്റെ പേരിൽ കേസെടുക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഈ ഒരു സ്റ്റേ നടപടിയിലേക്ക് വരുമ്പോഴേക്കും പല പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നിലവിലേക്ക് വരുമ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കണമല്ലോ. ഏകദേശം 2 നൂറ്റാണ്ട് പഴക്കമുള്ള പൂരം, അതിന്റെ എല്ലാ മേന്മയും ഇല്ലാതാകുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ഒരു ആശങ്കയുമായി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റേ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കാം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുക എന്നുള്ള സംബന്ധിച്ചൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ടല്ലോ. സംസ്ഥാന സർക്കാർ നമുക്ക് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്, കേന്ദ്ര സർക്കാരും വളരെയധികം അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ശരി, അപ്പോൾ ഈ ഒരു സ്റ്റേ നടപടിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട മുന്നോട്ടുള്ള പ്രതികരണം, മുന്നോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കാം? പൂർവാധികം ഭംഗിയായിട്ട് പൂരം നടത്തുക എന്നുള്ളതാണ് തീരുമാനം. പൂരത്തിന് മുമ്പ് ഞങ്ങൾക്ക് വേല ആഘോഷമുണ്ട്. അത് ജനുവരി 3 തിരുവമ്പാടിയുടെ ജനുവരി 5 ഇത് രണ്ടും ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ്. അല്ല, മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശങ്കയുള്ളൂ, ഈ പ്രത്യേകിച്ച് ആനകൾ അകലം പാലിക്കുക എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ തന്നെ. പക്ഷേ ആനകള് ഹേർഡായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ആനകൾ ഒറ്റയ്ക്കല്ല നടക്കുക. നമ്മളിപ്പോ കാട്ടിലാണെങ്കിലും ആനകൾ മുട്ടിയാണ് നിൽക്കുക. മുട്ടി നിൽക്കുമ്പോഴാണ് ആനയ്ക്ക് ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണത്. സെൻസ് ഓഫ് സേഫ്റ്റിയും സെൻസ് ഓഫ് സെക്യൂരിറ്റിയും ആനകൾ കൂട്ടായി നിൽക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ആനകൾ കൂട്ടമായി തന്നെ നിന്നാലാണ് അതിനുള്ള ഭംഗിയുമുള്ളൂ. അല്ല, അപ്പൊ അത് വ്യക്തമാണ്, മനസ്സിലായി. അപ്പൊ പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേ നടപടിയുമായി വരുമ്പോൾ തന്നെ അതിനകത്ത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുൻപുണ്ടായിരുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണല്ലോ. അല്ല, കേട്ടില്ല. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റേ നിലവിൽ വരുന്നത് അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യപ്രകാരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ഇപ്പോൾ ആനകൾ കൂട്ടത്തോടെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ ആവശ്യവാദമാണെങ്കിൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണല്ലോ മാറുന്നത്.
വിധി പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റില്ല എല്ലാം. ശരി, വ്യക്തമാണ്. ശ്രീ രാജേഷ് മേനോൻ, ഒരു സംശയം. അതായത് ഈ പൂരങ്ങളുടെ നടത്തിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ്, ദേവസ്വങ്ങൾക്കാണ് എന്ന നിരീക്ഷണം കൂടി കോടതി നടത്തിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം നിങ്ങൾ സ്വാഭാവികമായി ഏറ്റെടുക്കുമോ? അല്ല, നമ്മൾ എന്ത് നടത്തുമ്പോഴും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ, അല്ലാണ്ട് നമ്മൾ തോന്നിവാസം കാണിക്കാനല്ല ഇരിക്കുന്നത് ഇവിടെ. ഇത് സ്വാഭാവികമായും താങ്കൾ സൂചിപ്പിച്ചു, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും നിങ്ങൾക്ക് അനുകൂലമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഈ ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരുടെ ഒരു സ്വാഭാവികമായ അവരുടെ ഒരു തീരുമാനം മാത്രമായിരുന്നിരുന്നു ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞാൻ വായിച്ചത് ഇപ്പോ ശൂന്യതയിൽ നിന്നും നിയമങ്ങൾ ഉണ്ടാവരുതെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. യെസ്, വളരെ നന്ദി പ്രതികരിച്ചു. ഗിരീഷ് കുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ് കുമാർ, എന്തായാലും നിങ്ങളുടെ നിലപാടുകൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി സ്വയം നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി തള്ളിയത്. വളരെ ആശ്വാസകരമാണ് അല്ലേ? തീർച്ചയായിട്ടും കപട മൃഗസ്നേഹികൾക്ക് ഒരു താക്കീതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയത്. ഇവിടുത്തെ പൂരപ്രേമികളും ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒരുപോലെ പോണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മനസ്സിലാക്കി. അതിന്റെ വെളിച്ചത്തിലാണ് ഈ സ്റ്റേ ലഭിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഏറ്റവും അംഗീകരിക്കാവുന്ന ഒരു വിശ്വാസത്തിലെടുക്കാവുന്ന ഒരു വിധിയാണിത്. ഇത് ജനങ്ങൾ അംഗീകരിക്കും. ജനങ്ങൾ ഇതിൽ ആഹ്ലാദരാണ്. എല്ലാ ദേശത്തെയും ഉത്സവങ്ങളും നേർച്ചകളും ചന്ദനക്കുടങ്ങളും എല്ലാം നടക്കും. അത് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയ സുപ്രീം കോടതിക്കും എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി, സാധാരണ സർക്കാരുകൾ വെക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കോടതി നേരിട്ടാണ് ഒരു മാർഗനിർദ്ദേശം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. നിങ്ങളൊക്കെ നേരത്തെ ആരോപിച്ചിരുന്നു ഏതോ ചില വിദേശ ശക്തികൾക്ക് വഴങ്ങിക്കൊണ്ട് മറ്റ് പൂരത്തെ ഇല്ലാതാക്കാൻ ബോധപൂർവമായ നീക്കം നടന്നു എന്നത്. അത് ആ നിലപാട് ഇപ്പോഴും ആവർത്തിക്കുകയാണോ? കപട മൃഗസ്നേഹികള്, NGOs അവര് വിദേശത്തു നിന്നും ലഭിക്കുന്ന ഫണ്ടിനെ കുറിച്ചും ഇതിനെല്ലാത്തിനെ കുറിച്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാദത്തില് കേരളത്തിലെ എല്ലാ എഴുന്നള്ളിപ്പുകളും എല്ലാ നേർച്ചകളും ആളുകളും നിർത്തിവെക്കണം. കാലത്ത് 9 മണി മുതൽ 5 മണി വരെ എഴുന്നള്ളിപ്പുകൾ ഒന്നും പാടില്ല. അങ്ങനെ തുടങ്ങിയ കുറെ നിയമങ്ങള് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചു. ഇത് ആരാണ് തീരുമാനിക്കുന്നത്, ആരാണ് ഇതിൽ തീരുമാനം കൊണ്ടുപോകുന്നത് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി സുപ്രീം കോടതി ഇതിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത്. യെസ്, എന്തായാലും വളരെ നന്ദി. എന്തായാലും സംസ്ഥാനത്തെ പൂരങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകൾ മുന്നോട്ട് വെച്ച വലിയൊരു ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഒരു ഉത്സവങ്ങളുടെ സീസൺ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ സുപ്രീം കോടതി ഇടപെടൽ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നു എന്നതാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ റദ്ദാക്കിയത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന ഒരു വലിയ ആശയക്കുഴപ്പത്തിന് കൂടി ഒഴിവാക്കുകയാണ്. പക്ഷേ ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഈ ഉത്സവങ്ങൾക്കിടയിൽ ആന ഇടയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്നതാണ് ഹൈക്കോടതി നൽകിയിരുന്ന വിശദീകരണം. പുതിയ സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിധിയുടെ പകർപ്പ് കൂടി കിട്ടിയ ശേഷം വ്യക്തമായ ഒരു ചിത്രം പുറത്തുവരുമെന്ന് കരുതാം. എന്തായാലും പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഒരു വലിയ ആശയക്കുഴപ്പം ഒഴിവാകുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഇന്ത്യൻ നാവികസേനയുടെ സ്പീഡ് ബോട്ട് മുംബൈയിൽ യാത്രാ ബോട്ടിലിടിച്ച്